ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മ സംഘടിപ്പിച്ച ബാലരംഗ നാടൻപാട്ട് മത്സരത്തിൻ്റെ HSS വിവാഹം ഹയർ സെക്കൻഡറി വിഭാഗം നാടൻപാട്ട് മത്സരത്തിൻ്റെ വിധി പ്രഖ്യാപിക്കാൻ പോവാണ്. എൻ്റെ പേര് രമേശ് ഉണർവ്. 18 വർഷമായിട്ട് നാടൻ കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. ഉണർവ് നാടൻ കലാപഠന കേന്ദ്രം ഡയറക്ടറാണ്. കൽപ്പറ്റ വയനാട് കൽപ്പറ്റ സ്വദേശിയാണ്. സ്കൂൾ തല ജില്ലാ സംസ്ഥാന മത്സരങ്ങൾക്കൊക്കെ ഒരുപാട് നാടൻപാട്ട് മത്സരങ്ങൾക്ക് വിധികർത്താവായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ പാട്ട് എഴുത്തുകാരനും കൂടിയാണ്. നാടൻ പാട്ടുകളും അതുപോലെ തന്നെ തനത് പാട്ടുകളൊക്കെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. എന്തായാലും നാടൻപാട്ട് ഹയർ സെക്കൻഡറി വിഭാഗം നല്ല മത്സരമായിരുന്നു. 6 പേരാണ് പങ്കെടുത്തത്. അതിൽ 5 പേർക്ക് A ഗ്രേഡ് കൊടുത്തെന്ന് പറഞ്ഞാൽ നല്ല അവതരണമായിരുന്നു. ചെറിയ പോരായ്മയുടെ ഭാഗമായിട്ട് 1-2 മാർക്ക് അങ്ങോട്ടൊക്കെ മാറിയതിൻ്റെ ഭാഗമായിട്ടാണ്. നല്ല മത്സരമായിരുന്നു. മാക്സിമം തനത് പാട്ടുകൾ തന്നെ വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൊരു ആൾ മാത്രമാണ് എള്ളുള്ളരി എന്നുള്ള പാട്ടുകൾ പാടിയത്. അതിൻ്റെ തനത് മലവേട്ടുവ മാവലം സമുദായത്തിൻ്റെ കാസർഗോഡ് ജില്ലയിലെ തനത് പാട്ട് പാടിയതിന് കുറച്ചും കൂടിയൊക്കെ നന്നാവുമായിരുന്നു. മത്സരമാവുന്ന സമയത്ത് എഴുത്തുപാട്ടുകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് തനത് പാട്ടുകൾ തന്നെ പാടാൻ ശ്രമിക്കുക. അതിൽ കുറത്തിത്തോറ്റം എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ കുറത്തിത്തോറ്റം പാടിയ ആ കുട്ടി വളരെ ഗംഭീരമായിട്ട് ആ പാട്ട് അതിൻ്റേതായ ശൈലിയിലും നല്ല താളത്തിലൊക്കെ നാടൻപാട്ടിൻ്റെ ഒരു ശൈലിയിൽ തനത് പാട്ടുകൾ പാടാൻ ശ്രമിച്ചു. നന്നായിട്ട് പാടി. അതുപോലെ തന്നെ മറ്റൊരു D04 അത് പരമേ പരംപുരുഷ എന്നുള്ള പാട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മത്സരം പോലെയല്ല, ഓൺലൈനിൽ നമുക്ക് വീണ്ടും കേട്ടിട്ട് അതിൻ്റെ പോരായ്മകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ 5 A ഗ്രേഡ് എന്നുള്ളതിലേക്കും 1 B ഗ്രേഡിലേക്കും മാറിയത്. എന്തായാലും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരു വിധികർത്താവ് എന്ന രീതിയിൽ അഭിനന്ദനം അറിയിക്കുന്നു. നല്ല ആശംസകൾ. നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ നല്ല തനത് പാട്ടുകൾ കണ്ടെത്തിയിട്ട് മാക്സിമം അവതരിപ്പിക്കുക. എന്തായാലും A ഗ്രേഡ് 2 പേർക്കാണ് കുറച്ച് മുൻപന്തിയിലുള്ളത്. D162 D04 അപ്പോൾ അവർക്ക് എല്ലാവരും ആശംസകളും. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, അതോ ഈ പരിപാടി സംഘടിപ്പിച്ച ബാലരംഗിൻ്റെ എല്ലാ പ്രധാന കലാകാരന്മാർക്കും പ്രവർത്തകർക്കും അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാവർക്കും ആ കൂട്ടായ്മയ്ക്കെല്ലാം സംഘാടക സമിതിക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ഇങ്ങനത്തെ അവസരം തന്നതിന് നിങ്ങളുടെ എല്ലാവരും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരംപുരുഷ നിന്റെ പരമാർത്ഥങ്ങളറിയാൻ അരുതാർത്തിന്നൊരു നാളിലും ഉരകദീപശയന പരനേ പരംപുരുഷ നിന്റെ പരമാർത്ഥങ്ങളറിയാൻ അരുതാർത്തിന്നൊരു നാളിലും ഉരകദീപശയന തെരുതാകിന മഹാഭാരത കഥയിൽ പണ്ടു കുറവി പെരിയോരൻ പിണി പാണ്ഡവർ ഉടൻ തീർത്തോരു വഴിയും കുരുനടത്തിൽ നൂറ്റവ ഞാൻ രാധാകൃഷ്ണൻ. ഞാൻ ഒരു ചെണ്ട കലാകാരനാണ്.
50 വർഷത്തിന് മേലെയായി ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടി വിഭാഗത്തിൽ 36 വർഷമായി മേളത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. നന്മ ബാലയരങ്ങ് കലോത്സവത്തിൻ്റെ കോഴിക്കോട് ജില്ലയുടെ ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ട മത്സരത്തിൻ്റെ വിധി നിർണയമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. 3 മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. അതിൽ ചെസ് നമ്പർ D283 എ ഗ്രേഡും D151 എ ഗ്രേഡും ആയതിനാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ യോഗ്യത നേടിയിട്ടുണ്ട്. ഞാൻ രാജൻ കയ്യൂർ. നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ ഘടകം സംഘടിപ്പിച്ച ഓൺലൈൻ കലാമേളയുടെ ഭാഗമായി ഹയർ സെക്കൻഡറി വിഭാഗം കീബോർഡ് മത്സരത്തിന്റെ വിധി നിർണയം അറിയിക്കുന്നതിന് ആണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 2 പേരാണ് ഹയർ സെക്കൻഡറി വിഭാഗം കീബോർഡ് മത്സരത്തിൽ മത്സരിച്ചത്. ഇവരെ 2 പേരെയും സംസ്ഥാനതല മത്സരത്തിലേക്ക് ക്വാളിഫൈഡ് ചെയ്യുന്നു. 1ാം സ്ഥാനം 301 301. രണ്ടാം സ്ഥാനം 557 557. മത്സരം വിലയിരുത്തിയത് ഞാൻ രാജൻ കയ്യൂർ, സംഗീതാധ്യാപകൻ, കീബോർഡിസ്റ്റ്, അതുപോലെ തന്നെ സിംഫണി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്ന നിലയിൽ ഒരു സ്ഥാപനം നടത്തിവരുന്നു. അതുപോലെ തന്നെ എന്റെ കൂടെ സഹകരിച്ചത് സരിഗ റജി, സംഗീത നൃത്ത അധ്യാപിക. പങ്കെടുത്ത മുഴുവൻ പാർട്ടിസിപ്പൻസിന് വിധികർത്താക്കളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നവനീത് കൃഷ്ണൻ. കാസർഗോഡാണ് വീട്. ഞാൻ ഒരു വയലിനിസ്റ്റാണ്. BA RLV കോളേജിലും MA വയലിൻ ട്രിവാൻഡ്രം സ്വാതിരുനാൾ കോളേജിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വയലിനിൽ നാഷണൽ വിന്നറാണ്. അതുപോലെ നിരവധി വേദികളിൽ വയലിൻ സോളോ പ്രോഗ്രാം ചെയ്യുവാനും അതേപോലെ അക്കമ്പനി ചെയ്യുവാനുമുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ. അതുപോലെ സ്കൂൾ കലോത്സവം, അതുപോലെ വായനാശാല കലോത്സവം, ഇങ്ങനെയുള്ള കലോത്സവങ്ങളിലും ജഡ്ജ്മെന്റ് നടത്തി വരുന്നു. നന്മ കലോത്സവത്തിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗം
വയലിൻ വിധി നിർണയമാണ് ഞാനിവിടെ നടത്തുന്നത്. അടുത്ത ലെവലിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. രണ്ടുപേരുടെയും കോഡ് നമ്പർ D614 എ ഗ്രേഡ്. D151 എ ഗ്രേഡ്. എൻ്റെ പേര് അഭിജോഷ് കലാമണ്ഡലം. ഞാൻ കലാമണ്ഡലത്തിൽ മിഴാവ് വിഭാഗം അധ്യാപകനും കൂടിയാണ്. കൂടിയാട്ടം, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത് എന്നീ കലാരൂപങ്ങളിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന വാദ്യരൂപമാണ് മിഴാവ്. ഇന്നിവിടെ എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നങ്ങ്യാർകൂത്തിൻ്റെ ഒരു വിധി നിർണയം നടത്തുക എന്നുള്ളതാണ്. കേരളത്തിലെ കലാകാരന്മാരുടെ പ്രമുഖ സംഘടനയായിട്ടുള്ള നന്മ കോഴിക്കോട് സംഘടിപ്പിച്ചിട്ടുള്ള കലാമത്സരങ്ങളിൽ നങ്ങ്യാർകൂത്ത് എന്ന വിഭാഗം ഒരു മത്സരാർത്ഥിയാണ് ഉണ്ടായിട്ടുള്ളത്. തികച്ചും വളരെ മികച്ച രീതിയിലുള്ള അവതരണമായിരുന്നു ആ വിദ്യാർത്ഥി നടത്തിയിട്ടുള്ളത്. ഒരു കലാകാരി എന്ന നിലയിൽ നങ്ങ്യാർകൂത്തിനെ അടുത്ത് അറിയുകയും നങ്ങ്യാർകൂത്തിനെ ആധികാരികമായ രീതിയിൽ തന്നെ പഠിച്ച് അവതരണം നടത്തുന്ന തലത്തിലേക്ക് ഈ കലാകാരി ഉയർന്നിട്ടുണ്ട്. തികച്ചും വളരെ അഭിനന്ദനാർഹമാണ് ഈ കലാകാരിയുടെ അവതരണം. ഇത് നങ്ങ്യാർകൂത്ത് അവതരണം എന്ന രീതിയിൽ മികച്ച നിലവാരം പുലർത്തുന്നു എന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ്. പ്രിയ കലാസ്നേഹികളെ, നമസ്കാരം. നന്മ കോഴിക്കോട് ജില്ലാ ബാലയരങ്ങ് കലോത്സവത്തിൻ്റെ മാപ്പിളപ്പാട്ട് മത്സരത്തിൻ്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത്. ഈ മത്സരത്തിൽ 2 മത്സരാർത്ഥികളാണ് പങ്കെടുത്തിരിക്കുന്നത്. മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഫൈസൽ പറശ്ശേരി, മാപ്പിള കലാകാരനാണ്. മാപ്പിളപ്പാട്ട് അതുപോലെ മാപ്പിളക്കലകൾ ഇവ 5 വർഷത്തോളം അഭ്യസിക്കുകയും സംസ്ഥാന സ്കൂൾ കലോത്സവം, യൂണിവേഴ്സിറ്റി ഇൻ്റർ സോൺ കലോത്സവം തുടങ്ങിയവയിൽ അവതരിപ്പിച്ച് സമ്മാനം നേടുകയും ചെയ്തൊരു വ്യക്തിയാണ്. മാപ്പിളപ്പാട്ട് അതുപോലെ മറ്റു മാപ്പിള കലകളെക്കുറിച്ച് തിയറി ക്ലാസ്സുകളും അതുപോലെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്തു വരുന്ന ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി വിവിധ സംസ്ഥാന കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി ഇൻ്റർ സോൺ കലോത്സവങ്ങളിലും മാപ്പിളപ്പാട്ട്, മാപ്പിളക്കലകൾ തുടങ്ങിയവയിൽ വിധി നിർണയം നടത്തി പരിചയവുമുണ്ട്. ഇപ്പോൾ ഓൾ കേരള മാപ്പിളക്കല അക്കാദമി കൊണ്ടോട്ടി ചാപ്റ്റർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ഇനി ഈ മത്സരത്തിലേക്ക് വന്നാൽ 2 മത്സരാർത്ഥികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞു. ഇവർ 2 പേരും ഒരേ രചയിതാവിൻ്റെ രചനകൾ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
അല്പം പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇശലുകളാണ് രണ്ടുപേരും തിരഞ്ഞെടുത്തത്. മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പം വിവിധ ഭാഷകളുടെ ഒരു സംഗമമാണ് മാപ്പിളപ്പാട്ട്. അതിൽ അർത്ഥതലങ്ങളിൽ വ്യത്യാസം വരുന്ന ഒരു ഭാഷയാണ് പ്രത്യേകിച്ച് അറബി വാക്കുകൾ. ആ അറബി പദങ്ങൾ ഒക്കെ ഉച്ചരിക്കുമ്പോൾ രണ്ട് മത്സരാർത്ഥികളും ഒന്ന് ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ്. രണ്ടുപേരും ഏകദേശം ഒരേ റേഞ്ച് പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അവരുടെ ആലാപനത്തിലുള്ള ചെറിയ ചെറിയ പാകപ്പിഴവുകൾ കാലങ്ങൾ പാടാത്തത് കൊണ്ടാവാം ചിലപ്പോൾ, അതുപോലെ പരിശീലനത്തിൻ്റെ പ്രാക്ടീസിൻ്റെ ഒരു അഭാവം രണ്ടുപേരിലും പ്രകടമായിരുന്നു. എങ്കിലും അവരുടെ അറ്റംപ്റ്റ് വളരെ നന്നായിരുന്നു. രണ്ടുപേരെയും അഭിനന്ദിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ആലാപനത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഇവർക്ക് രണ്ടുപേർക്കും മാർക്ക് നൽകിയിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, രണ്ടുപേർക്കും എ ഗ്രേഡ് നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ടിലേക്ക് വന്നാൽ കോഡ് നമ്പർ 508 508 ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ്. ഇരുഗണ മുത്തുളയൊരു വാഴുതയ്ക്കെതിരായി തരുണരക്കരമതിലൊത്ത കുസാവരേ ബക്കർ അരുകുലത്തിട്ടവരായി ബക്കർ അരുകുലത്തിട്ടവരായി തരിയലറൊഫരം ഇരുചതുർ ഹിജിറയിൽ തുരങ്കമിലെത്തുവതായി തുരുതുരി ബനീ ബക്കർ അൽവത്തിറത്തിൻ കരയത്തിലുടു കുരുതി ഫെടുത്തിടലായി. കോഡ് നമ്പർ 447 സെക്കൻഡ് വിത്ത് എ ഗ്രേഡ്. മദിനേശം തിരുതാത്തിനകം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുടരും ചോദികണച്ചിടനരുളികു കൃതരും മൊഴിയാലിതു തെളിവാകെ താനം മനവിങ്കതയടനമചങ്കമകന്തകില മതിനൂറിൻ ചാരമൊടിയേകിച്ചാരനതിൻ സാരമതോതിടലായി ബിന്ദം തോഷമതിൻ താശമത ഹരിഗുരിലരുമയിൽ മുഷവരത്താലെ കൂടിടലായി. രണ്ട് മത്സരാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഹയർ സെക്കൻഡറി വിഭാഗമാണ്. ഹയർ സെക്കൻഡറി വിഭാഗം ശാസ്ത്രീയ സംഗീതം. അതിൽ മത്സരത്തിൽ 2 പേർക്ക് എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ 4 പേർക്ക് ബി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, 3 പേർക്ക് സി ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് തലത്തിലേക്ക് തിരഞ്ഞെടുത്തത് 826 ബാർ D 370 370. മാജാനകി ചുട്ടവട്ടക മാജാനകി ചുട്ടവട്ടക മാജാനകി ചുട്ടവട്ടക മാജാനകി ചുട്ടവട്ടക മാജാനകി ചുട്ടവട്ടക പിന്നെ ഒരു കുട്ടിക്ക് കൂടി ചാൻസ് ഉണ്ട്. 826 ബാർ 457. ആ 2 കുട്ടികൾക്കും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്.
വിനയകുമാർ അകപ്പുറത്ത്. ഞാൻ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരി കോപ്പറേറ്റീവ് കോളേജിലെ അധ്യാപകനാണ്. അതുപോലെ തന്നെ കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയിൽ വയനാട് ജില്ലയിലെ പ്രവർത്തകനാണ്. ഇവിടെ നടക്കുന്ന കലോത്സവങ്ങൾക്ക് അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ നടക്കുന്ന നാടക മത്സരങ്ങൾക്കൊക്കെ വിധികർത്താവായിട്ട് പോകാറുണ്ട്. ഞാൻ ഇന്ന് നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികളുടെ ഉപന്യാസ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുകയാണ്. വിഷയം പരസ്യങ്ങളുടെ അതിപ്രസരം എന്നുള്ളതായിരുന്നു. 4 പേര് മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. എന്ന് പറയാനുള്ളത്, ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ അതിൻ്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ 1-2 ലേഖനത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. പരസ്യങ്ങളുടെ അതിപ്രസരം ഒരു പക്ഷേ ഇഷ്ടംപോലെ എഴുതാവുന്ന ഒന്നായിരുന്നു. എന്നാൽ പോലും അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും എല്ലാവരും എത്തിച്ചേർന്നില്ല എന്നുള്ളൊരു വിഷമം പങ്കുവച്ചുകൊണ്ട് ഞാൻ ഇതിലെ ഗ്രേഡുകൾ പ്രഖ്യാപിക്കുകയാണ്. കോഡ് നമ്പർ D379 എ ഗ്രേഡ്, കോഡ് നമ്പർ D302 ബി ഗ്രേഡ്, കോഡ് നമ്പർ D613 എ ഗ്രേഡ്, കോഡ് നമ്പർ D554 ബി ഗ്രേഡ്. സംസ്ഥാന തല മത്സരത്തിന് കോഡ് നമ്പർ D379 അതുപോലെ തന്നെ കോഡ് നമ്പർ D613 ഇവരെ തിരഞ്ഞെടുത്തതായിട്ട് പ്രഖ്യാപിക്കുക. നമസ്കാരം. നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൽ HSS വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടി മത്സരത്തിൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാ കുട്ടികളും എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. 5 കുട്ടികളാണ് പങ്കെടുത്തത്. സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ കോഡ് ലെറ്റർ D153. D370. അഭിനന്ദനങ്ങൾ. നമസ്കാരം. കൽപ്പമന്ദാര വല്ലരി സുന്ദരി ശുചീന്ദ്രനാഥ ഹൃദയാനന്ദിനി. നമസ്കാരം. നന്മ ബാലയരങ്ങ് കലോത്സവം കോഴിക്കോട് ജില്ലയിലെ കഥാപ്രസംഗത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 3 മത്സരാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ടോപ്പ് സ്കോററായിട്ട് തിരഞ്ഞെടുക്കുന്നു. അത് D303 എ ഗ്രേഡുണ്ട്. ജന്മാന്തർ പൗരുഷപ്രകൃതൻ ധൃതരാഷ്ട്രകുമാരന് എന്റെ പൊന്നോമനെ ഞാൻ എങ്ങനെ നൽകും? ഭീഷ്മ കൽപ്പനയെ ധിക്കരിച്ചാൽ ഗാന്ധാരം നാമാവശേഷമാകും. ഈശ്വര, ഞാനിത് എങ്ങനെ എന്റെ പൊന്നു മകളോട് പറയും? രണ്ടാമത്തെ ആൾ D85 എ ഗ്രേഡ് നേടിയിരിക്കുന്നു. ഈ 2 പേരെയും
അടുത്ത ഉപരിതല മത്സരത്തിലേക്ക്, സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് വിവരം അറിയിക്കുന്നു. മത്സരാർത്ഥികളെയും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും 3 പേരെയും അഭിനന്ദിക്കുന്നു. നിസ്സാരമായൊരു തെറ്റിനാണോ ഇത്രയ്ക്കും ക്രൂരമാം ശിക്ഷ തന്നു? ഇടറുന്ന കാലടികളോടെ രേണുക ആശ്രമത്തിലേക്ക് നടന്നു. ജമദഗ്നി മഹർഷിയുടെ കനൽക്കട്ട പോലുള്ള നേത്രങ്ങളാണ് അവളെ സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു, രേണുകേ, നിന്റെ നാശം നാം ഉൾക്കണ്ണിലൂടെ അറിഞ്ഞു കഴിഞ്ഞു. നിന്റെ പാതിവൃത്തി, പരിശുദ്ധി, തപശക്തി എല്ലാം നീ നഷ്ടമാക്കിയിരിക്കുന്നു. താപസ വർഗത്തിന് തന്നെ നീ കളങ്കം ചാർത്തിയിരിക്കുന്നു. ലളിത സംഗീത HSS വിഭാഗം, അതായത് ഹയർ സെക്കൻഡറി വിഭാഗം, അതിൽ 14 പേര് പങ്കെടുത്തു. 14 പേരിൽ മത്സരത്തിൽ 7 പേർക്ക് എ ഗ്രേഡ് ഉണ്ട്. 7 പേർക്ക് എ ഗ്രേഡും 7 പേർക്ക് ബി ഗ്രേഡും. സി ഗ്രേഡ് ആർക്കും ഇല്ല. എല്ലാവരും ഒരു വിധം നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതിൽ ലളിത സംഗീതത്തിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ട് ഉള്ള കുട്ടികൾ 2 പേരെ തിരഞ്ഞെടുക്കുന്നു. D/371. ഗതയുടെ നീറ്റലിൽ അമൃതം പൊഴിക്കുന്ന മധുര സങ്കേതിക പോലെ, ഗതയുടെ നീറ്റലിൽ അമൃതം പൊഴിക്കുന്ന മധുര സങ്കേതിക പോലെ. സെക്കൻഡ് കിട്ടിയാണത് D/02 എന്ന് പറഞ്ഞ കുട്ടിയെയും തെരഞ്ഞെടുത്തിരിക്കുന്നു. പനിമതി മുഖേ ബാലെ പാടി ഞാൻ വീണ്ടും പത്മതീർത്ഥമാ നിൻ ശ്രുതിയിൽ. പനിമതി മുഖേ ബാലെ പാടി ഞാൻ വീണ്ടും പത്മതീർത്ഥമാ നിൻ ശ്രുതിയിൽ. പരിഭവമലരുകൾ പരിദേവനമായി പതിയെ വിതുമ്പുമീ പനിനീർമഴയാ. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുന്നു. ഇനിയും നിങ്ങൾ ഇതേപോലുള്ള മത്സരങ്ങൾ പങ്കെടുക്കുക. ഒരുപാട് നിങ്ങൾ പങ്കെടുത്ത് പാടി ശീലിച്ചാൽ നല്ല ലെവലിൽ നിങ്ങൾക്ക് എവിടെയോ നിങ്ങൾ ആശിച്ച രീതിയിൽ എവിടേക്കും എത്താൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാവരുടെ സിംഗിങ്ങും അസലായിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ഹയർ സെക്കൻഡറി വിഭാഗം പ്രസംഗ മത്സരത്തിൽ കോഡ് നമ്പർ 370 എ ഗ്രേഡ്, കോഡ് നമ്പർ 601 ബി ഗ്രേഡ്, 171 എ ഗ്രേഡ്, കോഡ് നമ്പർ 01 ബി ഗ്രേഡ്, 02 ബി ഗ്രേഡ്. സംസ്ഥാനതല മത്സരത്തിലേക്ക് അർഹത നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 171. ഏതൊരു കാലഘട്ടത്തിലെയും സമൂഹത്തിലെ തിന്മകളെ തുരത്തുന്ന മൂർച്ചയേറിയ വാളിന് തുല്യമാണ് കലകൾ. സർഗാത്മകതയും ഭാവനയും ഒത്തിണങ്ങുമ്പോൾ വേറിട്ട ആശയങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ ചിന്തകളും തതുല്യമായ വ്യതിയാനങ്ങളും ഓരോ കാലഘട്ടത്തിലും കലയെ വിസ്മയിപ്പിക്കുന്ന ഒന്നായി മാറ്റിയിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായുള്ള കലകളുടെ വളർച്ച ആധുനിക കാലത്ത് 21-ാം നൂറ്റാണ്ടിന്റെ നടുവിലെത്തി നിൽക്കുന്ന സമയത്ത് പുതിയൊരു വർണ്ണവിസ്മയ ലോകത്തെയാക്കിയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആസ്വാദനത്തിന്റെ പുതിയ മുഖങ്ങൾ ഉത്ഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നവമാധ്യമങ്ങളുടെ പ്രാധാന്യം വിവരിക്കാതെ വയ്യ. കോഡ് നമ്പർ 370. വിവര സാങ്കേതിക വിദ്യയുടെ കാലം ഒരു പുതിയ മാധ്യമ സമ്പ്രദായം തന്നെയാണ്, മാധ്യമ സംസ്കാരം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നവമാധ്യമങ്ങൾ എന്തൊക്കെയാണ്? നവമാധ്യമങ്ങൾ
വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെ പലതും. പണ്ടത്തെ കാലത്തൊക്കെ ഓൺലൈൻ വ്യവഹാരങ്ങൾ, ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു ആഡംബരമായി തന്നെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അത് നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അത് സാംസ്കാരിക രംഗത്തായാലും കലാരംഗത്തായാലും വ്യാവസായിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം, ഞാൻ സൈനൻ കെടാമംഗലം. 10-28 വർഷക്കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്നു. മെയിനായിട്ട് മിമിക്രിയാണ്. കൂടാതെ 10ഓളം സിനിമയിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വദേശത്തും വിദേശത്തുമായി നിരവധി സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. സ്കൂൾ കലോത്സവം മുതൽ കോളേജ് തലം വരെ കലാമത്സരങ്ങളിൽ വിധികർത്താവായിരുന്നിട്ടുണ്ട്. ഇന്ന് നന്മ ബാലരംഗിൻ്റെ വിധികർത്താവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ നന്മ ബാലരംഗ കലോത്സവത്തിൽ 3 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 282ഉം 181ഉം ഹയർ ലെവലിൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമസ്കാരം, ഏവർക്കും എൻ്റെ മിമിക്രിയിലേക്ക് സ്വാഗതം. ഈ കൊറോണ കാലത്ത് വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് കഴിഞ്ഞ വെക്കേഷൻ ഓർമ്മ വന്നത്. ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്കുള്ളൊരു അവധിക്കാല യാത്ര. വീട്ടിലേക്ക് പോകാനായി ഞാൻ അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. यात्रियों का ध्यान दीजिए, 9:20 से चलकर पद्मा के रास्ते राजेंद्र नगर डोमिनस हो जाने वाली മക്കളുടെ വീട്ടില് ക്വാരിണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. ഈ രണ്ടുപേരെയും ഇനിയും മുന്നോട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ എളിയ കലാകാരൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നന്മ ബാലരംഗ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോട്ടെ. സ്നേഹത്തോടെ സൈനൻ കെടാമംഗലം. താങ്ക് യു. നമസ്കാരം, ഞാൻ കവിതാർ നായർ. നന്മ ബാലയരങ്ങ് ജില്ലാ കലോത്സവത്തിൻ്റെ കേരള നടനത്തിൻ്റെ മത്സരത്തിനാണ് ഞാൻ വിധികർത്താവായിരുന്നത്. അതിൻ്റെ വിധി നിർണയം കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ ബയോഡാറ്റ ഞാൻ ആദ്യം പറയാം. ഞാൻ കലാമണ്ഡലത്തിൽ നിന്നും മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. അതുപോലെ കൽക്കട്ട കലാമണ്ഡലത്തിൽ നിന്നും കേരള നടനം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്നിവ അഭ്യസിച്ചു. അതുപോലെ ഭാരതീയ കലാവേദിയിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. രവീന്ദ്രഭാരത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസ് ഡിപ്ലോമ എടുത്തിട്ടുണ്ട്. കേരള നടനം പ്രമുഖ ഗുരുക്കന്മാരുടെ കീഴിൽ അഭ്യസിക്കുകയും അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചു വരികയും ചെയ്യുന്നു. എൻ്റെ കൂടെ വിധി നിർണയത്തിനിരുന്ന മറ്റൊരു ജഡ്ജ് പ്രിയങ്ക ആണ്. പ്രിയങ്ക കലാമണ്ഡലം ലീലാമൺ ടീച്ചറുടെ ശിഷ്യയാണ്. അതുകൂടാതെ പ്രശസ്ത ഗുരുക്കന്മാരുടെ കീഴിൽ കേരള നടനം അഭ്യസിക്കുകയും യൂണിവേഴ്സിറ്റി വിന്നറായി 3 പ്രാവശ്യം നേടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വന്തമായി ചിലങ്ക കലാക്ഷേത്രം നടത്തിവരുന്നു. ഇനി ഞാൻ വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് പറയാനുള്ളത് 3 കുട്ടികളാണ് HSS കേരള നടനത്തിൽ, പെൺകുട്ടികളുടേതാണ് HSS കേരള നടനത്തിൽ മത്സരിക്കാനുണ്ടായത്. അതിലാദ്യമായിട്ട് D605 അതിൻ്റെതാണ് പറയാൻ പോകുന്നത്. ശൂർപ്പണക എന്ന ഐറ്റമാണ് കളിച്ചത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. കലാശം തീരെ വൃത്തിയുണ്ടായില്ല. ചുവടുകൾ കേരള നടനത്തിന് യോജിച്ചതായിട്ട് തോന്നിയില്ല. സാത്വിക ഭാവം ഉണ്ടായില്ല.
തീരുമാന അടവുകൾ വൃത്തിയില്ല, കേളി മുദ്ര ശരിയല്ല. ഇത്രയാണ് കോഡ് നമ്പർ 605 ഞങ്ങൾക്ക് വന്ന മൈനസ്. രണ്ടാമതായിട്ട് കോഡ് നമ്പർ 151 ശ്രീരാമ ജയ ജയ എന്ന് പറയുന്ന ഐറ്റമാണ് കളിച്ചത്. അതിൽ ഒട്ടേറെ അപാകതകൾ ഉണ്ടായിരുന്നു. മുദ്ര യഥാസ്ഥാനത്തല്ല, കേരള നടന ശൈലിയിൽ നിന്നും കുറച്ച് വിട്ടുപോകുന്നുണ്ടായിരുന്നു. ത്രയംബകം ശിവന്റെ മുദ്രകളൊന്നും ശരിയായില്ല. കാലുകൾ വളരെ അകലെയാകാൻ പാടില്ല, സാത്വിക ഭാവമില്ല, നർത്തകി ലക്ഷണം തോന്നിയില്ല, ലാസ്റ്റ് ഭാഗങ്ങളൊട്ടും ശരിയായില്ല. ഇത്രയുമാണ് ഡി 151 ഞങ്ങൾക്ക് വന്നത്. ഇനി അടുത്തതായിട്ട് ഡി 370 വളരെ നല്ല ഒരു ഐറ്റമായിരുന്നു, ഹിഡുംബിയുടെ ഐറ്റമായിരുന്നു കളിച്ചിരുന്നത്. എന്നാലും അതിൽ കുറച്ച് അപാകതകളുണ്ട്, അത് പറയാം. പർവ്വതമുദ്ര ആ കുട്ടി ഫിനിഷ് ചെയ്തതായിട്ട് കണ്ടില്ല. കലാശം അങ്ങനെ താളത്തിനല്ല വന്നത്. മാംസം മുദ്ര എടുക്കുന്നത് ശരിയായില്ല. പ്രകാശം പോലെ ആയിട്ട് മാറി. തീരുമാനവും ചുവടും തമ്മിൽ ബന്ധമുണ്ടായില്ല. അടവുകൾ കേരള നടന ശൈലി വിട്ടുവന്നു. ഇത്രയുമാണ് വന്നത്. ഇതിൽ ഡി 605, ഡി 370 ആണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. യുദ്ധം കഴിഞ്ഞു കബന്ധം നിറഞ്ഞേറ്റം അന്ധകാരാവൃതമായി രണാങ്കണം. യുദ്ധം കഴിഞ്ഞു കബന്ധം നിറഞ്ഞേറ്റം അന്ധകാരാവൃതമായി രണാങ്കണം. സർവസംഹാരം വിതച്ചു യുദ്ധാംഗണേ, സർവസംഹാരം വിതച്ചു യുദ്ധാംഗണേ. നമസ്കാരം. ഞാൻ കലാശ്രീ കലാമണ്ഡലം വാസുദേവൻ മാസ്റ്റർ. കഴിഞ്ഞ 52 വർഷക്കാലമായി നൃത്തരംഗത്തും മൃദംഗവാദനത്തിലും തുള്ളൽ കലാരംഗത്തുമായി പ്രവർത്തിച്ചു വരുന്നു. ഈശ്വരകൃപ ഈ കാലയളവിനുള്ളിൽ ഒട്ടനവധി ശിഷ്യസമ്പത്തുകളെ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ സംസ്ഥാന അവാർഡ്, നാഷണൽ അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടുവാനും എനിക്ക് സാധിച്ചു. സിനിമ, സീരിയൽ രംഗത്തും ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഇന്നിവിടെ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയിൽ കൂടി നടത്തുന്ന ഈ ഓൺലൈൻ കലോത്സവത്തിൻ്റെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൻ്റെ ഓട്ടംതുള്ളലിൻ്റെ വിധിയാണ് ഞാൻ ഏവരുടെയും അനുവാദത്തോടുകൂടി പ്രഖ്യാപിക്കുന്നത്. ഹയർ സെക്കൻഡറി ഓട്ടംതുള്ളലിൻ്റെ ഫലമാണ് പറയുന്നത്. ഇവിടെ ഒരു കുട്ടിയാണ് പങ്കെടുത്തത്. ചെസ് നമ്പർ ഡി 378. എന്നാൽ ഈ കുട്ടി പെർഫോമൻസ് ചെയ്തതിൽ കുറേശ്ശെ പാഴപ്പഴകളൊക്കെ ഉണ്ട്. എങ്കിലും ഈ കുട്ടിക്ക് ഒരു അവസരം കൂടി കൊടുക്കണം എന്നുള്ള തീരുമാനത്താൽ ഈ കുട്ടിയെ എ ഗ്രേഡോടുകൂടി സംസ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ പങ്കെടുത്ത ഈ കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നിജ ജനനിയുടെ വചനമതു കേട്ടുടൻ കാണു തൊഴുതു പറഞ്ഞാൻ മൃഗോദരൻ ബലിവചനമിതു ജനനി കനിവൊരു പൊറുക്കണം കാര്യബോധം നമുക്കില്ലായ്കയല്ലടോ.
നമസ്കാരം. നന്മയുടെ ബാലയരങ്ങ് കലോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സ് മത്സരത്തിന് ഒരു മത്സരാർത്ഥി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഡ് നമ്പർ 503 ആണത്. എ ഗ്രേഡോടുകൂടി അടുത്ത ഘട്ട മത്സരത്തിലേക്ക് പോകാനുള്ള യോഗ്യത നേടിയിരിക്കുന്നു. നന്ദി. നമസ്കാരം. നന്മയുടെ ബാലയരങ്ങ് കലോത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഭരതനാട്യം ഹയർ സെക്കൻഡറി വിഭാഗം ഗേൾസ് ഭരതനാട്യ ഫലമാണ് ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത്. കോഡ് നമ്പർ D465 എ ഗ്രേഡ്. കോഡ് നമ്പർ 152 ബി ഗ്രേഡ്. കോഡ് നമ്പർ 02 എ ഗ്രേഡ്. കോഡ് നമ്പർ 202 എ ഗ്രേഡ്. കോഡ് നമ്പർ 153 എ ഗ്രേഡ്. ഇതിൽ നിന്ന് അടുത്ത ഘട്ട മത്സരത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ടോപ്പ് സ്കോറേഴ്സിനാണ് പറയുന്നത്. കോഡ് നമ്പർ 153 വിത്ത് എ ഗ്രേഡ്, ഫസ്റ്റ് place. വെള്ളം കുത്തക്ക തിക്കുത്തക്ക തതിങ്കിങ്ങ തൊട്ട താ റി തം ത റി ദ ന ദന്ന ജ നോ ജന്നോ ദി mi ta ri ta da. Code number D465 with A grade, second place. നമസ്കാരം. എൻ്റെ പേര് രാജഗോപാലൻ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്താണ് വീട്. 10-20 വർഷത്തോളമായി നാടകരംഗത്ത് നടനായും നാടകകൃത്തായും പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ നന്മ സംഘടിപ്പിച്ച ഓൺലൈൻ കലോത്സവത്തിലെ ഏകാഭിനയത്തിൻ്റെ വിധിയാണ് പറയാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനത്തിന് അർഹനായിട്ടുള്ളത് ചെസ് നമ്പർ D161. ഏതോ നിങ്ങളുടെ ജാതി മരിക്കണ്ട പറഞ്ഞോളൂന്നേ. ജനിച്ചന്നു തൊട്ടേ ചാപ്പകുത്തപ്പെട്ടൊരു ജാതി നിങ്ങൾക്കുമുണ്ടല്ലോ. തേച്ചാലും മായ്ച്ചാലും കഴുകിക്കളയാൻ പറ്റാത്തൊരു വ്യവസ്ഥ. എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? കേട്ടാ സതീശ, നിനക്ക് നല്ല പ്രാന്തല്ലോ. ഇക്കാലത്ത് ആരെങ്കിലും ജാതിയെ കുറിച്ച് ചോദിക്കോ? സതീശ, ജാതി വ്യവസ്ഥക്കെതിരെ പടനയിച്ച അയ്യങ്കാളിയുടെ മണ്ണിൽ നിന്നുകൊണ്ടാ നീ ഇപ്പോ ജാതി ചോദിക്കുന്നത്.
രണ്ടാം സ്ഥാനം D601. അപ്പനെക്കറിയാൻ പാടില്ലേ, കൊണ്ടൂർ ചാമുണ്ടി കെട്ടിപ്പുറപ്പെട്ട തിരി കടിക്കുന്ന വീട്ടിൽ വരുന്നത് മോളെ അറിയാൻ പാടില്ല. ഈ പുലന്മാരുടെ പാള കെട്ടിയ പുലച്ചാമുണ്ടിയാവൂന്ന്. പക്ഷേ അങ്ങ് ഓണക്കാലത്ത് നിനക്ക് ചിക്കാരി കൊട്ടണ കേൾക്കുമ്പോ ഈ അപ്പനക്ക് ഇത് പുറക്കണില്ലടി. ഇരിക്കണ്ട. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രമോദ് ദാസ്, പാലക്കാടാണ് സ്വദേശം. കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നർത്തകരും നൃത്തപ്രേമിയുമൊക്കെയാണ്. 10-25 വർഷമായി ശാസ്ത്രീയ നൃത്തങ്ങളുടെ പ്രൊമോട്ടറായി ഞാൻ പ്രവർത്തിച്ചു വരുന്നു. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നന്മ ജില്ലാ കലോത്സവത്തിൻ്റെ മോഹിനിയാട്ടം മത്സരത്തിൻ്റെ വിധി പറയാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മോഹിനിയാട്ടം ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൻ്റെ ഫലം. 2 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 2 പേരും എ ഗ്രേഡ് നേടിയിരിക്കുന്നു. 2 പേരും സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ അർഹരുമായിരിക്കുന്നു. സംസ്ഥാന കലോത്സവത്തിലേക്ക് പങ്കെടുക്കാൻ അർഹത നേടിയ ആ 2 നമ്പറുകൾ D457, പഞ്ചവടി വിപിനേ ചെസ് നമ്പർ D610. എല്ലാ വിജയികൾക്കും ആശംസകൾ. ഇതിൻ്റെ നടത്തിപ്പുകാരോട് ഹൃദയം തുറന്ന നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം, ഞാൻ ശ്രീനാഥ്. ഞാൻ ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വോക്കലിസ്റ്റും ഒരു ഗസൽ വോക്കലിസ്റ്റുമാണ്. അതല്ലാണ്ട് ഒരു ഫുൾ ടൈം മ്യൂസിഷ്യനാണ് ഞാൻ. ഞാൻ കൽക്കട്ടയിൽ നിന്നാണ് ആക്ച്വലി ജനിച്ചു വളർന്നതും സംഗീതം അഭ്യസിച്ചതൊക്കെ കൽക്കട്ടയിലാണ്. അപ്പോൾ നന്മ ബാലയരങ്ങ് കോഴിക്കോട് ജില്ലാ ഗസൽ മത്സരത്തിൻ്റെ വിധി നിർണയമാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി മത്സരത്തിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത 2 ടോപ്പ് സ്കോറേഴ്സ്, എ ഗ്രേഡ് സെക്യൂർ ചെയ്തിട്ടുള്ള 2 ടോപ്പ് സ്കോറേഴ്സ് D447 D508 यहाँ तक तो पहुँचे है वो
लर्जिश तो काबू आलू अपनी आवाज की लर्जिश पे तो काबू അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു എല്ലാ കണ്ടസ്റ്റൻസിനും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജലജ പ്രസാദ്, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം അധ്യാപികയായി ജോലി ചെയ്യുന്നു. വിവിധ കലാമത്സരങ്ങളിൽ കവിതാ രചനാ വിഭാഗത്തിലും ആലാപന വിഭാഗത്തിലും വിധികർത്താവായി സേവനമനുഷ്ഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ല നന്മ ബാലയരങ്ങിലെ പ്രതിഭകൾ മാറ്റുരച്ച കവിത ആലാപന മത്സരത്തിൻ്റെ വിധി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. HSS വിഭാഗത്തിൽ കോഡ് നമ്പർ 821 19 പേരാണ് അതിൽ പങ്കെടുത്തത്. 8 പേർക്ക് A ഗ്രേഡ്, 8 പേർക്ക് B ഗ്രേഡ്, 3 പേർക്ക് C ഗ്രേഡ്. അടുത്ത ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ T452. കയ്യിലോരിന്ദ്രധനുസ്സുമായി കാറ്റത്തു പെയ്യുവാൻ നിന്ന തുലാവർഷമേഘമേ, കമ്ര നക്ഷത്ര രജനിയിൽ ഇന്നലെ കണ്ടുവോ നീ എൻ്റെ രാജഹംസത്തിനെ? മൂകത നീലത്തിരശീല വീഴ്ത്തിയ ശോകാന്ത ജീവിത നാടകവേദിയിൽ ഇപ്രപഞ്ചത്തിൻ മനോരാജ്യ സന്ദേശ ശില്പവുമായി വന്ന രാജഹംസത്തിനെ. D371. ആരുടെ ശിരസ്സുദിച്ചുയരുന്നു സഖ്യനിൽ, ആരുടെ പ്രിയച്ചായ പേരാറിൽ വീഴുന്നു, ആരുടെ കുളിർ ശ്വാസമുലയുന്നു തെങ്ങുകളിൽ, ആരുടെ ചവിട്ടടികൾ ചൂടിയൻ മണ്ണിന്റെ രോമകൂപങ്ങളിൽ മുക്കുറ്റി വിരിയുന്നു, ആറുകളിലോടികൾ ഇറക്കുന്നതാർ, ആരു കോടി അണിയിക്കുന്നു മേനികളിലാർക്കായി മോടികളിണക്കുന്നു മുറ്റങ്ങൾ പൂക്കളാൽ. അപ്പോൾ അടുത്ത തലത്തിലും നിങ്ങൾ വിജയികളാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്മയ്ക്കും എല്ലാവിധ നന്മകളും നേരുന്നു. സ്നേഹത്തോടെ ജലജ പ്രസാദ്. ഹയർ സെക്കൻഡറി വിഭാഗമാണ് പെൻസിൽ ഡ്രോയിങ്. അതിൽ കൊടുത്തിരിക്കുന്ന വിഷയം നല്ലൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കണ്ടംപററി സബ്ജക്റ്റാണ്. ഇപ്പം നമുക്കൊക്കെ അനുഭവിച്ചു പോരുന്ന ചില പാൻഡമിക് സിറ്റുവേഷനിൽ ഇത്തരം വിഷയങ്ങൾ കുട്ടികളിൽ ഒരു മുൻകരുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഏതാണ്ട് ഏറെക്കുറെ നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അനാട്ടമിയുടെ ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ, എന്നാൽ ചില ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തിയാലെങ്കിലും അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റ്സ്, സബ്ജക്റ്റിനെ കാണുന്ന ഒരു രീതികൾ, അതിനെ മൊത്തം ചെയ്തിരിക്കുന്ന രംഗ സംവിധാനങ്ങൾ ഒക്കെ ഏകദേശം കുറച്ച് പേരെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം അവർക്ക് നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. അതിൽ നമുക്ക് ഗ്രേഡ് കിട്ടിയത് ഇപ്രകാരമാണ്: D303 A ഗ്രേഡ്, D301 B ഗ്രേഡ്, D609 C ഗ്രേഡ് എന്നിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അത് A-യും B-യും ഒക്കെ സംസ്ഥാന തലത്തിലേക്ക് അർഹതയായിട്ടുണ്ട് എന്ന് ഞാൻ ഇതിനാൽ അറിയിക്കുകയാണ്. അടുത്തത് വാട്ടർ കളറാണ്. D303 A ഗ്രേഡ്, D301 B ഗ്രേഡ്, D606 C ഗ്രേഡ് എന്നീ ക്രമത്തിലാണ് ഗ്രേഡ് ലഭ്യമായിരിക്കുന്നത്. ബാലയരങ്ങ് കലോത്സവത്തിൽ
പങ്കെടുത്ത മുഴുവൻ കൊച്ചു കലാകാരന്മാർക്കും കലാകാരികൾക്കും പ്രത്യേകിച്ച് എൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയും കലാമേഖലയിൽ ഒത്തിരി ഉയരങ്ങളിൽ നിങ്ങൾ എത്തട്ടെ, നിങ്ങളുടെ കഴിവുകളെ ലോകം അറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്മയുടെ എല്ലാ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്കും കുട്ടികളെ പ്രോത്സാഹനം കൊടുത്ത നന്മയുടെ കോഴിക്കോട് ജില്ലാ ഭാരവാഹികളും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ജോസ് മാസ്റ്റർ മാനന്തവാടി.